ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടോപ്പിക്കാണ് ഫാക്ടർ ഇൻകം ആൻഡ് ട്രാൻസ്ഫർ ഇൻകം. രണ്ടെന്താന്ന് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ് ഫാക്ടർ ഇൻകം ആൻഡ് ട്രാൻസ്ഫർ ഇൻകം. രണ്ടും നമുക്ക് എന്താന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഡന്റ് സിറ്റിസൺഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി പുതിയൊരു കാര്യത്തിലേക്ക് വരാം. ഫാക്ടർ ഇൻകം എന്താന്ന് നോക്കാം. നമുക്കറിയാം, നിങ്ങൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ. പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ നിർമ്മാണം എന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ഷൻ ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത്? ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഒരു ഒരു ബിസ്ക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതുക. ഒരു ബിസ്ക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? ഈ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനുള്ള ഒരു സ്ഥലം നമുക്ക് വേണം ഇല്ലേ. നമുക്കൊരു ഈ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഫാക്ടറി നമുക്ക് സ്ഥിതി ചെയ്യാൻ അല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു സ്ഥലം നമുക്ക് വേണം. അതായത് ആദ്യം നമുക്ക് ലാൻഡ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാൻഡ് എല്ലാം അക്വയർ ചെയ്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ ലാൻഡിന് പകരം നമ്മൾ കുറേ ബിൽഡിംഗ് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുത്ത് അതിനുശേഷം നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ജോലി ചെയ്യാനുള്ള തൊഴിലാളികളെ വേണം അല്ലേ. നമുക്ക് ഈ ബിസ്ക്കറ്റ് നിർമ്മാണമല്ലേ, അപ്പോൾ ബിസ്ക്കറ്റ് നിർമ്മിക്കാൻ അറിയാവുന്ന കുറച്ച് തൊഴിലാളികളെയും കുറച്ച് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർവൈസേഴ്സിനെ കുറച്ച് നമുക്ക് തൊഴിലാളികളെ വേണം അല്ലേ. ഇവരെല്ലാം നമ്മൾ സംഘടിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്യാപിറ്റലാണ് വേണ്ടത് അല്ലേ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണം. അപ്പോൾ ഇത് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുണ്ട് ഇല്ലേ. നമുക്കിപ്പോൾ സ്ഥലം മാത്രമേ, ബിൽഡിംഗ് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിനി ക്യാപിറ്റൽ വേണം. നമുക്കത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. അതായത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള എന്തൊക്കെ പൊടികളാണോ അതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻസ് വേണം, ഇതിൻ്റെ പാക്കിംഗ് കവറുകൾ, ഇങ്ങനെ കുറേ ചിലവുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നമ്മളങ്ങനെ ക്യാപിറ്റലെല്ലാം സംഘടിപ്പിച്ചു. ഓക്കെ, ഇതിനെല്ലാം ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രൈസ് ആണ് വേണ്ടത്. എൻ്റർപ്രൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസർ വേണം അല്ലേ. ഈ ബിസിനസ് നടത്താൻ പറ്റിയ ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നോക്കി നടത്താൻ പറ്റിയ ഒരു വ്യക്തി, അതാണ് നമ്മൾ ഓണർ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണം? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസർ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്ഷൻ നമുക്ക് നടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലുണ്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ. ഫാക്ടർ ഇൻകം റെഫേഴ്സ് ടു ഇൻകം റിസീവ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ റെൻഡറിങ് ഫാക്ടർ സർവീസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് ഈ പ്രൊഡക്ഷൻ സർവീസസിനകത്ത് ഈ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിക്ക് റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അവരുടേതായ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ആ ഡ്യൂട്ടിക്ക് പകരം, ഡ്യൂട്ടി ചെയ്യുന്നതിന് അവർക്ക് ലഭിക്കുന്ന ഇൻകത്തിന് പറയുന്ന പേരാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കിക്കേ, ഞാൻ ലാൻഡിന്റെ കാര്യം പറഞ്ഞല്ലേ, നമ്മൾ ലാൻഡിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് നമുക്ക് ഒരു സ്ഥലം വേണം അല്ലെ, ഒരു ബിൽഡിംഗ് എങ്കിലും വേണം, നമുക്കൊരു കടമുറിയെങ്കിലും നമുക്ക് വേണം അല്ലെ. ഈ
ട്രാൻസ്ഫർ ഇൻകം റെഫേഴ്സ് ടു ഇൻകം റിസീവ്ഡ് വിത്തൗട്ട് റെൻഡറിങ് എനി പ്രൊഡക്റ്റീവ് സർവീസ് ഇൻ റിട്ടേൺ. അതായത് ഒരു പണിയും ചെയ്യാതെ നമുക്ക് പൈസ കിട്ടുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. എന്താണ്, ഒരു പണിയും ചെയ്യാതെ പൈസ കിട്ടുമോ? കിട്ടും. അങ്ങനെ കിട്ടുന്ന പൈസക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ് പെൻഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓൾഡ് ഏജ് പെൻഷൻ? അതായത് ഈ പ്രായമായ ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ. ഇതെന്ന് പറയുന്നത് ഈ പ്രായമായ ആളുകൾ എന്തെങ്കിലും സർവീസ് ജോലി ചെയ്തിട്ടാണ് അവർക്ക് ഈ പൈസ കിട്ടുന്നത്? അല്ല, അവർ ചുമ്മാ പൈസ മേടിക്കുമല്ലേ. അതായത് പ്രായമായ ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പൈസ കൊടുക്കുന്നു. സോ അത്തരത്തിലുള്ള ഒരു സർവീസും ചെയ്യാതെ പൈസ കിട്ടുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. സ്കോളർഷിപ്പ്, ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ഒരു പക്ഷേ കാസ്റ്റ് ബേസിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും, സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പറയാം, ഓക്കെ ഈ പൈസക്ക് നീ പഠിച്ചോളാൻ പറയും. ഇതാണ് സ്കോളർഷിപ്പ്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ പേയ്മെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്തൗട്ട് റെൻഡറിങ് എനി സർവീസ്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, തൊഴിലില്ലാ വേതനം കൊടുക്കാറുണ്ട്. പോക്കറ്റ് മണി, ഇതെല്ലാം എന്താണ്, നമ്മളെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ഇൻകം ആണ്. സോ ട്രാൻസ്ഫർ ഇൻകം ഈസ് ടു റെഫേഴ്സ് ടു ഇൻകം റിസീവ്ഡ് വിത്തൗട്ട് റെൻഡറിങ് എനി സർവീസ്. ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ കോൺസെപ്റ്റ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഗവൺമെന്റ്, ഓക്കെ, നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ ഓൾഡ് പീപ്പിളിന്, നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പെൻഷൻ കൊടുക്കുന്നു. ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നു. പെൻഷൻ ഈ ആളുകൾ വാങ്ങുന്നുണ്ട്. പകരം ഇവർ സർക്കാരിന് വേണ്ടി എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് യൂണിലാറ്ററൽ. യൂണി എന്ന് വെച്ചാൽ എന്താണ്, ഒരു സൈഡ്, സിംഗിൾ നല്ല യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സിംഗിൾ സൈഡിലേക്ക് മാത്രമേ ഇതിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നാഷണൽ ഇൻകം ആസ് ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് എനി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഈ ഓൾഡ് ഏജ് പെൻഷൻ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്ന ഒരിക്കലും നമ്മളുടെ നാഷണൽ ഇൻകത്തിനകത്ത് കൂട്ടത്തില്ല. കാരണം നാഷണൽ ഇൻകത്തിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ നടക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ട്രാൻസ്ഫർ ഇൻകത്തിനകത്ത് കൂട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ട്രാൻസ്ഫർ ഇൻകം നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ? വരത്തില്ല എന്ന് തന്നെ എഴുതണം. ഇറ്റ് ക്യാൻ ബി റിസീവ്ഡ് ഈതർ വിതിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഓർ ഫ്രം എബ്രോഡ്. നമുക്ക് ഈ ട്രാൻസ്ഫർ ഇൻകം കിട്ടുന്ന ഒന്നുകിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നവരുണ്ട്, ഓർ ഫ്രം എബ്രോഡ്, എബ്രോഡിൽ നിന്ന് കിട്ടാറുണ്ട്. ചിലർക്കൊക്കെ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് കിട്ടും. ഇപ്പൊ ചില ടെസ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് ചില വിദേശ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. കാരണം അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ IIT പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തും. ഇപ്പൊ ഗൂഗിള്, IBM, അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, മെറ്റ പോലുള്ള കമ്പനികളൊക്കെ വന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് ഈ കുട്ടികളുടെ ബ്രില്യൻസ് നോക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, നിങ്ങൾ നമ്മുടെ കമ്പനി വന്നിട്ട് ഗൂഗിളിൽ വന്ന് ജോലി ചെയ്തു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാസ്റ്റേഴ്സ് പഠിക്കണമെങ്കിൽ പഠിക്കാം, അതിനും നമ്മൾ പൈസ തരും. അങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നവരുണ്ട്. സോ അതാണ് പറഞ്ഞത്, ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നും ട്രാൻസ്ഫർ ഇൻകം വരാറുണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്നും വരാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾഡ് ഏജ് പെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ടു നീഡി ഓൾഡ് പീപ്പിൾ ബൈ ദ ഗവൺമെന്റ് വിത്തൗട്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. ഗവൺമെന്റ് പ്രായമായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അതിപ്പം പ്രായമായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ആണല്ലോ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന പൈസയാണ് ഓൾഡ് ഏജ് പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നുണ്ട്, ഓൺ ദ അതർ ഹാൻഡ് റിട്ടയർമെന്റ് പെൻഷൻ ഉണ്ട്. റിട്ടയർമെന്റ് പെൻഷൻ, അതായത് റിട്ടയർമെന്റ് പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടീച്ചർ ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ടീച്ചർ 30 വർഷം ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നത് വിചാരിക്കുക. ടീച്ചറോ എന്ത് വ്യക്തി ആയിക്കോട്ടെ, കുറേ വർഷം ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു 60 വയസ്സോ അല്ലെന്നുണ്ടെങ്കിൽ 57 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യുന്നു, സർവീസിൽ നിന്ന് വിരമിക്കും. വിരമിച്ച് കഴിയുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, പിന്നീട് അവർക്ക് പെൻഷൻ എന്ന് പറയുന്നൊരു തുക എല്ലാ മാസവും സാലറി പോലെ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അത് പക്ഷെ ഈ നിങ്ങൾ ആലോചിക്കണം, റിട്ടയർമെന്റ് പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കുറേ വർഷം സർവീസ് ഗവൺമെന്റിൽ ജോലി ചെയ്തതിന് ശേഷം പിന്നീട് കൊടുക്കുന്ന, ദാറ്റ് മീൻസ് അതൊരു ട്രാൻസ്ഫർ ഇൻകം അല്ല. ബിക്കോസ് ഇവർ ദേ ഓൾറെഡി ഗിവൺ സർവീസ് ടു ദ ഗവൺമെന്റ്. അവർ ഗവൺമെന്റിനെ ഓൾറെഡി സർവീസ് ചെയ്തതിന് ശേഷമാണ് അവർ ഇത് വാങ്ങുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിഫേർഡ് വേജ് പേയ്മെന്റ് എന്ന് പറയും, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫാക്ടർ സർവീസ് റെൻഡഡ് ബൈ ദ റെസിപ്പിയന്റ് പ്രയർ ടു ദ റിട്ടയർമെന്റ്. ഇറ്റ് ഈസ് ദെയർ ഏൺഡ് ഇൻകം, ഇറ്റ്സ് എ ഫാക്ടർ ഇൻകം. ഇതൊരു ഫാക്ടർ ഇൻകം ആണ് എന്തെന്ന് പറയുന്നത്, റിട്ടയർമെന്റ്
അല്ലെങ്കിൽ റിട്ടയർമെന്റ് പെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി അവർ ജോലി ചെയ്തു, ആ ജോലിക്കാണ് അവർ പെൻഷൻ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വെക്കുക റിട്ടയർമെന്റ് പെൻഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ഇൻകം ആണോ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആലോചിക്കുക റിട്ടയർമെന്റ് പെൻഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ ജോലി ഇല്ലായിരിക്കുന്ന ആളുകളാണല്ലോ, അവർക്ക് പെൻഷൻ കിട്ടുന്നതാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ ഗവൺമെന്റ് വെറുതെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് ട്രാൻസ്ഫർ ഇൻകം ആണോ? തെറ്റിക്കരുത്, ആ ട്രാൻസ്ഫർ ഇൻകം അല്ല. ബിക്കോസ് അവരവരുടെ സർവീസ് നേരത്തെ കൊടുത്തു കഴിഞ്ഞു, 10-30 വർഷം അല്ലെ 40 വർഷം ജോലി ചെയ്തു, അതിന് ശേഷമാണ് അവർ ഈ ഒരു സെക്ടറിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് ഫാക്ടർ ഇൻകം ആൻഡ് ട്രാൻസ്ഫർ ഇൻകം. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം.